കേട്ടത് വയനാട് ജില്ലയിൽ താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ ചെയ്ത ക്രൂര കൃത്യത്തെക്കുറിച്ചാണ്. ലഹരിക്ക് അടിമയായ ചെറുപ്പക്കാരനെ ലഹരിക്ക് നിന്ന് വിമോചിപ്പിക്കേണ്ടതിന് ബാംഗ്ലൂരുള്ള ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ട് ചെന്നാക്കി. അവൻ അവിടെ നിന്ന് എങ്ങനെയോ പുറത്തിറങ്ങി. അവന്റെ അമ്മ ചില നാളുകളായി മാരകമായ ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നു. ആ അമ്മ അനിയത്തിയുടെ വീട്ടിൽ ചികിത്സയിലും വിശ്രമത്തിലും കിടക്കുമ്പോൾ അവിടെ ചെന്ന് അയൽവക്കത്തെ വീട്ടിൽ നിന്ന് വാക്കത്തി വാങ്ങിച്ച് രോഗിയായി കിടക്കയിലായിരിക്കുന്ന മാതാവിനെ നിർദ്ദയം ആ മകൻ വെട്ടിക്കൊന്നു. ആവർത്തിച്ച് ആ അമ്മയെ ആ മകൻ വെട്ടി കൊല്ലുമ്പോൾ അമ്മയെ നോക്കിക്കൊണ്ട് ആ മകൻ പറഞ്ഞത്, നിങ്ങൾ എനിക്ക് ജന്മം തന്നതിന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലമാണ്, നിങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ്. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. പാലക്കാട് ജില്ലയിൽ ചെന്താമര എന്ന പേരുള്ള ഒരു വയോധികനായ മനുഷ്യൻ ഒരു കൊലക്കുറ്റത്തിന് അറസ്റ്റിലായി 5 വർഷത്തോളം ജയിൽവാസം കഴിഞ്ഞ് ജാമ്യത്തിൽ പുറത്തിറങ്ങി. അദ്ദേഹത്തിന്റെ അകത്ത് വൈരാഗ്യം മാറിയില്ല. 5 വർഷത്തോളം പക ഹൃദയത്തിൽ കൊണ്ടു നടന്നു. ജാമ്യത്തിലിറങ്ങി തക്കം കിട്ടിയപ്പോൾ നേരത്തെ താൻ കൊന്നു തള്ളിയ ആ സഹോദരിയുടെ ഭർത്താവിനെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും അവരുടെ വീടിന്റെ മുൻപിലിട്ട് ആ വഴിയിലിട്ട് നിർദ്ദയം വെട്ടിക്കൊന്നു ചെന്താമര എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ആ വാർത്തയും നമ്മൾ കേട്ടു. ആ വാർത്ത അതിന്റെ ചൂടാറുന്നതിന് മുമ്പ് എറണാകുളത്ത് നമ്മൾ കേട്ടു ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹവും ലഹരിക്കടിമയാണ്. അദ്ദേഹം തന്റെ തൊട്ട് അയൽവാസിയായ ആ കുടുംബവുമായിട്ട് ദീർഘനാളുകളായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ദീർഘനാളുകൾക്ക് മുമ്പ് അദ്ദേഹവും അവരുമായിട്ട് പല തരത്തിൽ ഉരസലുകൾ ഉണ്ടായിട്ടുണ്ട്, വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഒടുവിൽ അദ്ദേഹം കയ്യിലൊരു ഇരുമ്പ് വടിയും കരുതിക്കൊണ്ട് ആ വീട്ടിലേക്ക് കയറി ചെന്ന് കണ്ണിൽ കണ്ടവരെയെല്ലാം വെട്ടിക്കൊന്നു, തല്ലിക്കൊന്നു. അതിൽ ഒരു ചെറുപ്പക്കാരൻ മാത്രമാണ് രക്ഷപ്പെട്ടത്. ബാക്കിയുള്ള 3 പേര് തൽക്ഷണം മരണപ്പെട്ടു. ചെറുപ്പക്കാരൻ ദിവസങ്ങൾ സുബോധം നഷ്ടപ്പെട്ട്, ഓർമ്മ നഷ്ടപ്പെട്ട് ആശുപത്രിയിൽ അഭയം പ്രാപിച്ചു. ആ ചൂട് വാർത്ത അവസാനിക്കുന്നതിന് മുൻപ് നമ്മൾ കേട്ടു മറ്റൊരു വാർത്ത. ഒരു ചെറുപ്പക്കാരൻ കിലോമീറ്ററുകൾ ഒരു ദിവസം ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ട് സ്വന്തം ഉമ്മയെയും അനിയനെയും തന്റെ വല്യമ്മയെയും അപ്പന്റെ ജ്യേഷ്ഠനെയും അവരുടെ സഹോദരിയെയും ഒക്കെ നിർദ്ദയം ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തി. അതിൽ രക്ഷപ്പെട്ടത് ആ പാവം ഉമ്മ മാത്രം. ബാക്കിയുള്ളവരെല്ലാം മരണപ്പെട്ടുപോയി. അതിലേറെ സങ്കടം തോന്നിയത് താനേറെ സ്നേഹിക്കുന്ന, എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന, കരുതുന്ന സ്വന്തം അനുജന്റെ മുഖം ചുറ്റിക കൊണ്ട് അടിച്ച് ആ ചെറുപ്പക്കാരൻ വികൃതമാക്കി കളഞ്ഞു. എന്നിട്ട് യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ, യാതൊരു ഭയവും കൂടാതെ, യാതൊരു മാനസിക സങ്കോചവും കൂടാതെ ചിരിച്ചുകൊണ്ട് തന്റെ കൂട്ടുകാരനെ കണ്ട് ഞാനിപ്പോൾ സ്റ്റേഷൻ വരെ പോയിട്ട് കാര്യം പറഞ്ഞിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന് താൻ ചെയ്ത കൊലപാതകങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇങ്ങനെ നാം കേൾക്കേണ്ടി വന്ന വാർത്തകൾ നിരവധിയാണ്. ഇത് ഈ 2025 എന്ന് പറയുന്ന വർഷത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം മാത്രം നടന്നിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഓർമ്മപ്പെടുത്തിയത്. ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു പൊതുവായ കാരണമുണ്ട്. ഒരു പൊതുവായ കാരണം എന്താണ്? ഇത് ചെയ്തവരെല്ലാം ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ളതാണ്. ലഹരിക്ക് അടിമയായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ ദീർഘനാളുകളായി ബാധിച്ചിരിക്കുന്ന ഗുരുതരമായ ഒരു പ്രശ്നമാണ് ലഹരി എന്നുള്ളത്. ലഹരിയുടെ ചരിത്രത്തിന് മനുഷ്യന്റെ ചരിത്രത്തോളം പഴക്കമുണ്ട് എന്ന് വേണം കരുതുവാൻ. താൽക്കാലിക സന്തോഷങ്ങളെ തേടിക്കൊണ്ട് മനുഷ്യന് ദൈവം കൊടുത്ത സ്വാഭാവിക സന്തോഷങ്ങളെ തൃപ്തിയല്ലാതെ മനുഷ്യൻ കൂടുതൽ ഉന്മാദങ്ങൾക്ക് വേണ്ടി കുറുക്കുവഴികൾ തേടിയപ്പോൾ അവന്റെ അന്വേഷണത്തിൽ അവൻ കണ്ടെത്തിയ വിഷദ്രാവകങ്ങളാണ് ഈ ലഹരി വസ്തുക്കൾ എന്നുള്ളത്. എന്നാൽ കാലക്രമേണ ലഹരി എന്ന ഈ വിഷപദാർത്ഥങ്ങൾക്കും പുരോഗമനമുണ്ടായിട്ടുണ്ട്. ഒരു കാലത്ത് കള്ളും മറ്റ് വിദേശ മദ്യവും ഒക്കെയായിരുന്നു നമ്മുടെ നാട്ടിൽ ലഹരിയായി ലഭിച്ചിരുന്നതെങ്കിൽ പിന്നീട് പല പേരുകളിൽ, പല രൂപത്തിൽ, പല നിറങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ ലഹരി വ്യാപിക്കുവാൻ തുടങ്ങി. കഞ്ചാവായും കറുപ്പായും മറ്റ് ലഹരി വസ്തുക്കൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഇടതടവില്ലാതെ കടന്നു കയറി. ഏറ്റവും ഒടുവിൽ ഒറ്റ ഉപയോഗത്തിൽ തന്നെ ഉപയോഗിക്കുന്ന വ്യക്തിയെ അടിമയാക്കി മാറ്റി അകാല മരണത്തിലേക്ക് അതിവേഗത്തിൽ തള്ളിവിടുന്ന മാരക പ്രകര ശേഷിയുള്ള ന്യൂ ജനറേഷൻ സിന്തറ്റിക് ലഹരികളിൽ എത്തി നിൽക്കുകയാണ്. ഖരരൂപത്തിലുള്ളതും ദ്രവരൂപത്തിലുള്ളതും വാതക രൂപത്തിലുള്ളതുമായ ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് നമ്മുടെ
സമൂഹത്തിൽ സുലഭമായി ലഭ്യമായി കൊണ്ടിരിക്കുകയാണ്. ഇത് ഏറെ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാരെയാണ്, വിദ്യാർത്ഥികളെ ആണ് എന്നുള്ളത് ഏറെ സങ്കടകരമാണ്. ചില നാളുകൾക്ക് മുൻപ് മലപ്പുറം ജില്ലയിൽ ഒരു ചെറുപ്പക്കാരനെ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വസ്തു വിൽപ്പന നടത്തിയതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യാനിടയായി, എക്സൈസ് വകുപ്പ് അറസ്റ്റ് ചെയ്യാനിടയായി. ആ ചെറുപ്പക്കാരനെ അവർ കൈയോടെ പിടികൂടി അവരുടെ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോൾ പോലീസ് അധികാരികൾ, എക്സൈസ് അധികാരികൾ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഈ നാട്ടിൽ ഇത്രയും ആളുകൾ ഉണ്ടായിട്ടും നീ എന്തിനാണ് പാവം കുട്ടികൾ പഠിക്കുന്ന, ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സമീപം നീ ഇത് വെക്കുന്നത്? എന്തിനാണ് നീ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുന്നത്? ആ ചെറുപ്പക്കാരൻ കൊടുക്കുന്ന മറുപടി കേരളത്തിലെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു മറുപടിയാണ്. ആ ചെറുപ്പക്കാരൻ, 26 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ തന്നെ ചോദ്യം ചെയ്ത എക്സൈസ് അധികാരികളോട് പറഞ്ഞൊരു മറുപടി, സാറേ, ഞാനൊരു കുട്ടിയെ ലഹരിക്ക് ഈ പ്രായത്തിൽ അടിമയാക്കിയാൽ എനിക്ക് ലഭിക്കുന്നത് ഒരു ദീർഘകാല ഉപഭോക്താവിനെയാണ്. അദ്ദേഹം പറഞ്ഞു വെച്ചത് 7 വയസ്സോ 8 വയസ്സോ 10 വയസ്സോ 12 വയസ്സോ പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയെ ഞാൻ ലഹരിക്ക് അടിമയാക്കി കഴിഞ്ഞാൽ അവൻ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്നു അത്രയും കാലത്തേക്ക് എനിക്കൊരു ഉപഭോക്താവിനെ കിട്ടുകയാണ്. എന്റെ കയ്യിൽ നിന്ന് ലഹരി വസ്തു വാങ്ങി ഉപയോഗിക്കാനുള്ള ഒരു ഉപഭോക്താവിനെ എനിക്ക് ദീർഘകാലത്തേക്ക് കിട്ടുകയാണ്. ഒരു മധ്യവയസ്സിനെ ഞാൻ ലക്ഷ്യമാക്കിയാൽ, വയസ്സിനെ ലക്ഷ്യമാക്കിയാൽ അവരുടെ ആയുസ്സിന്റെ പകുതിയും മുക്കാലും കഴിഞ്ഞുപോയവരാ. അധിക കാലം ഇനി അവർ ജീവിച്ചിരിക്കുകയില്ല. അതുകൊണ്ട് എനിക്ക് അവരെ ഒരു ദീർഘകാല ഉപഭോക്താവാക്കാൻ കഴിയില്ല. പക്ഷേ ഒരു വിദ്യാർത്ഥിയെ ഞാൻ അടിമയാക്കിയാൽ എനിക്ക് ഒരു ദീർഘകാല ഉപഭോക്താവിനെ ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അവർക്കിടയിൽ അത് വിൽപ്പന നടത്തുന്നത്. അങ്ങനെ ലഹരി മാഫിയ നമ്മുടെ കുഞ്ഞുങ്ങളെ ദീർഘകാല ഉപഭോക്താവായും ലഹരിയുടെ കാരിയർമാരായും ലഹരിയുടെ വിൽപ്പനക്കാരായും കാലക്രമേണ മാറ്റിയെടുക്കാൻ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇന്ന് കേൾക്കുന്ന വാർത്തകളിൽ അധികവും ലഹരി ഉപയോഗിച്ചതിന്റെ പേരിൽ, ലഹരി കൈവശം വെച്ചതിന്റെ പേരിൽ, ലഹരി നടത്തിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് വിദ്യാർത്ഥികളാണ്. മുൻകാലങ്ങളിൽ ആൺകുട്ടികൾ മാത്രമായിരുന്നു ഇത്തരം കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നതെങ്കിൽ ഇന്ന് പെൺകുട്ടികൾ, യുവതികൾ അടക്കം ഈ കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വല്ലാത്ത ഗതികേട് നമ്മുടെ സമൂഹത്തിൽ സംജാതമായിരിക്കുകയാണ്. ഇത് അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ അക്രമവാസനകൾ വർദ്ധിച്ചിരിക്കുന്നു, കൊലപാതകങ്ങൾ പെരുകിയിരിക്കുന്നു, അടിപിടികൾ കൂടിയിരിക്കുന്നു. നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ വഴിയോരത്ത് ആരെങ്കിലുമൊക്കെ തമ്മിൽ ഉരസിയാൽ, തമ്മിൽ വാക്കേറ്റമുണ്ടായാൽ, കൂടുതൽ അങ്ങേയറ്റം പോയാൽ എന്താ സംഭവിക്കുന്നത്? ഏറിപ്പോയ 2 ചീത്തവിളി, അതുമല്ലെങ്കിൽ 2 ഉന്തും തള്ളും, അവിടം കൊണ്ട് കഴിഞ്ഞു. ആ പ്രശ്നം അവിടം കൊണ്ട് അവസാനിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ആ പ്രശ്നം നീണ്ടുപോകാറില്ല. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഒരു വാക്കേറ്റം ആരെങ്കിലും വഴിയോരത്ത് വെച്ചുണ്ടായാൽ, ഒരു ചെറിയ നിസാര പ്രശ്നത്തിന്റെ പേരിൽ ഉണ്ടായാൽ പിന്നെ നടക്കുന്നത് കൊലപാതകമാണ്. കയ്യിൽ കരുതിയത് വാളാണോ, കത്തിയാണോ, ബോംബാണോ അറിയത്തില്ല. അത് എടുത്തുകൊണ്ട് അത് തന്റെ എതിരാളിയെ നിർദ്ദയം വെട്ടിക്കൊല്ലാൻ, കുത്തിക്കൊല്ലാൻ, വീട്ടിൽ കയറി ഭർത്താവിന്റെ, മക്കളുടെ, മാതാപിതാക്കളുടെ മുൻപിലിട്ട് വെട്ടിക്കൊല്ലാൻ മടിക്കാത്ത ഒരു തലമുറ ഇവിടെ ഉളവായിരിക്കുന്നു. അതിന്റെ പിന്നിൽ അവനെ പ്രേരിപ്പിക്കുന്ന ഘടകം ലഹരിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത് അപകടത്തിലേക്കാണ് നമ്മുടെ സമൂഹം നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പ് വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ അധികാരികൾ ലഹരി ഉപയോഗത്തെയും ലഹരി വ്യാപനത്തെയും ലഹരി വിപണനത്തെയും തടയാൻ, അതിന് അതിരിടാൻ വേണ്ടി അവർ ആവോളം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ലഹരി വിരുദ്ധ ദീപം തെളിയിക്കുന്നു, ലഹരി വിരുദ്ധ മനുഷ്യ ചങ്ങല തീർക്കുന്നു, ലഹരി വിരുദ്ധ ആപ്തവാക്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വഴി പ്രചരിപ്പിക്കുന്നു, ക്യാമ്പയിൻ നടത്തുന്നു, സ്കൂളുകൾ, കോളേജുകളിൽ ബോധവൽക്കരണ സെമിനാറുകൾ നടത്തുന്നു, സന്നദ്ധ സംഘടനകൾക്ക്, സാംസ്കാരിക പ്രവർത്തകർക്ക്, മത സംഘടനകൾക്കൊക്കെ സർവതന്ത്ര സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നു ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്താൻ. ഒരു വശത്ത് ലഹരിക്കെതിരെയുള്ള പോരാട്ടം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലഹരി മാഫിയ തടിച്ചു കൊഴുത്തുകൊണ്ടിരിക്കുന്നു. നൂതന മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് ലഹരി എന്ന ഈ വിഷ വസ്തുക്കളെ, മാരകമായ പ്രഹരശേഷിയുള്ള ഈ അപകടകാരിയായ വസ്തുക്കളെ സമൂഹത്തിന്റെ നെറുകയിലേക്ക് വലിച്ചെറിയുകയാണ്. നമുക്കെങ്ങനെ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടുവാൻ കഴിയും? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ലഹരിയെക്കുറിച്ച് മാത്രം ഞങ്ങൾ അഡ്രസ് ചെയ്യുമ്പോൾ ലഹരി മാത്രമല്ല മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന ഗുരുതരമായ പ്രശ്നം എന്നുകൂടെ ഈ സമയത്ത് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ ഇന്നലെയും നടന്നു. കോട്ടയം ജില്ലയിൽ
ഞാൻ കോട്ടയം സ്വദേശിയാണ്. കോട്ടയം ജില്ലയിൽ എൻ്റെ വീടിനടുത്താണ് അയർക്കുന്നം എന്ന് പറയുന്ന ആ സ്ഥലം. അതിൻ്റെ തൊട്ടടുത്താണ് ആ സഹോദരി ഇന്നലെ 2 മക്കളെയുമായി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത്. വിദ്യാഭ്യാസമില്ലാത്ത സഹോദരിയല്ല, കയ്യിൽ പണമില്ലാത്ത സഹോദരിയല്ല, ജീവിക്കാൻ മാർഗമില്ലാത്തൊരു സഹോദരിയല്ല, അറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റ്, നല്ല കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു യുവതി, നല്ല സാമ്പത്തിക ചുറ്റുപാടുള്ള ഒരു യുവതി. ആ സഹോദരി തന്റെ പെൺകുഞ്ഞുങ്ങളുമായി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അങ്ങനെ എത്രയെത്ര ആത്മഹത്യകൾ കൂട്ടമായും ഒറ്റയ്ക്കുമൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യന് മാനസിക സംഘർഷങ്ങൾ വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബ തകർച്ചകൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിരിക്കുകയാണ്. വലിയ ആഡംബരമായി നടത്തപ്പെടുന്ന വിവാഹങ്ങൾ, ആനയും ചണ്ടമേളവും പരിവാരങ്ങളും ബാൻഡ് സെറ്റും ഒക്കെയായി വിഭവ സമൃദ്ധമായ സദ്യയൊക്കെ നാട്ടുകാരെ വിളിച്ചു കൊടുത്ത് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ മുടക്കി ആഡംബരമായി വിവാഹം നടത്തി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. അത്ര വലിയ പണം മുടക്കി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെങ്കിലും ആ വിവാഹ ജീവിതത്തിന്റെ ആയുഷ് എന്ന് പറയുന്നത് ഏറിയാൽ 3 മാസം അല്ലെങ്കിൽ 6 മാസം. അതിനകത്ത് രണ്ടും തണ്ടുവഴിക്ക് പിരിഞ്ഞു പോവുകയാണ്. പരസ്പരം യോജിച്ച് ജീവിക്കാൻ കഴിയാതെ, പരസ്പരം ധാരണയിൽ പോകാൻ കഴിയാതെ, ഒത്തുപോകാൻ കഴിയാതെ ജീവിതത്തിന്റെ ആരംഭ നാളുകളിൽ തന്നെ ഡൈവോഴ്സിലേക്ക് നീങ്ങുന്ന എത്ര കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതിനിടയിൽ അനാഥമായി പോകുന്ന എത്ര കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. സ്നേഹിത, ഇങ്ങനെ സമൂഹം നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധികൾ എന്താണ്? ഇതിന്റെ അടിസ്ഥാന കാരണം എന്ന് നമ്മൾ തിരിച്ചറിയണം. സമൂഹത്തിലെ എല്ലാ കൊലപാതകത്തിന്റെയും പീഡനത്തിന്റെയും മോഷണത്തിന്റെയും പിടിച്ചുപറിയുടെയും അവിഹിത ബന്ധങ്ങളുടെയും എല്ലാ അധാർമിക പ്രവർത്തനങ്ങളുടെയും മൂലകാരണമായി ലഹരി എന്ന വില്ലനെ എല്ലാവരും ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ലഹരി എന്ന വില്ലനെയല്ല, അതൊരു വില്ലൻ തന്നെയാണ്. സമൂഹത്തിന്റെ നിലനിൽപ്പിന് അത് വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ഞങ്ങൾ ഉന്നയിക്കുന്നത് ഈ ലഹരി ഉൾപ്പെടെയുള്ള സകല ധാർമ്മികതയിലേക്കും സകല സാമൂഹിക തിന്മകളിലേക്കും മനുഷ്യൻ പോകാനുള്ള കാരണം എന്താണ്? ആ കാരണം കണ്ടെത്തി ആ കാരണത്തിന് പരിഹാരം നിർദ്ദേശിക്കുന്നില്ല എങ്കിൽ മനുഷ്യൻ നടത്തുന്ന ബോധവൽക്കരണ സെമിനാറുകളും മനുഷ്യൻ നടത്തുന്ന ക്യാമ്പയിനുകളും ദീപം തെളിയിക്കലും മനുഷ്യച്ചങ്ങനെ തീർക്കലുമൊക്കെ വെറുതെയാണെന്ന് ഞങ്ങൾ ഉറക്കെ പറയാം. ഇവിടെ നിയമം കർക്കശമാക്കിയത് കൊണ്ടോ, ഇവിടെ തടവറകളുടെ എണ്ണം കൂട്ടിയത് കൊണ്ടോ, നിയമപാലകരുടെ എണ്ണം കൂട്ടിയത് കൊണ്ടോ, പുതിയ സർക്കാർ വന്നതുകൊണ്ടോ, പുതിയ നിയമങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടത് കൊണ്ടോ ഒന്നും ഈ ഗതികേടിന്, ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്ന് ചിന്തിക്കാൻ കഴിയത്തില്ല പ്രിയരെ. അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ നമ്മുടെ നാട് എന്നേ മാറുമായിരുന്നു. ചില ആളുകൾ പറയുന്നു ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പോരാ, അത് പഴയതാണ്. ന്യൂ ജനറേഷന്റെ അഭിരുചിക്കനുസരിച്ച് ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആക്കണം, കുറച്ചും കൂടെ നവീകരിക്കണം എന്ന് പറയുന്നു. അങ്ങനെ നവീകരിച്ചാൽ നമ്മുടെ വിദ്യാർത്ഥികളെ ലഹരിയിലേക്ക് പോകാതെ തടയാൻ കഴിയും. നല്ല മനോഭാവത്തിനും നല്ല സ്വഭാവത്തിനും നല്ല സംസ്കാരങ്ങൾക്കും ഉടമകളായി തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്ന് ഒരുപറ്റം ആളുകൾ ഇവിടെ വാദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, തീരെ വിദ്യാഭ്യാസം ലഭ്യമാകാതിരുന്നൊരു കാലം നമ്മുടെ നാട്ടിലുണ്ട്. വഴിയോരത്തും മരത്തിന്റെ ചുവട്ടിലും ഒക്കെ ഇരുന്ന് മനുഷ്യൻ പഠിച്ചിരുന്ന ഒരു കാലഘട്ടം. എല്ലാവർക്കും വിദ്യ ചെയ്യാൻ കഴിയാതെ സമൂഹത്തിൽ ഉന്നതരും ജാതി കൊണ്ട് ഉയർന്നവരുമായ ആളുകൾക്ക് മാത്രം വിദ്യ ചെയ്യാൻ അനുവാദമുണ്ടായിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ട്. ആ കാലഘട്ടത്തിൽ എല്ലാവരും ചിന്തിച്ചു കൊണ്ടിരുന്നത് അന്നത്തെ പ്രശ്നങ്ങളുടെ കാരണം വിദ്യാഭ്യാസമില്ലായ്മയാണ്. വിദ്യാഭ്യാസമുണ്ടായാൽ സമൂഹത്തിന് മാറ്റമുണ്ടാകും. അതുകൊണ്ട് വിദ്യാഭ്യാസങ്ങളിൽ ഒത്തിരി പുരോഗമനമുണ്ടായി. ഇന്ന് നമ്മുടെ ക്ലാസ് മുറികൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന വിദ്യാലയങ്ങളൊക്കെ ഡിജിറ്റലൈസ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ ക്ലാസ് മുറികളാക്കി മാറ്റി. പക്ഷേ മക്കൾക്ക് മാറ്റമുണ്ടായോ? വിദ്യാർത്ഥികൾക്ക് മാറ്റമുണ്ടായോ? മനുഷ്യന് മാറ്റമുണ്ടായോ? മാറ്റമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇതൊന്നുമല്ല വിദ്യാഭ്യാസമില്ലാത്തതോ, മനുഷ്യൻ സംസ്കാര സമ്പന്നനാകാത്തത് കൊണ്ടോ, മനുഷ്യന് മറ്റെന്തെങ്കിലും യോഗ്യതകൾ കുറവായതുകൊണ്ടോ അല്ല മനുഷ്യൻ ഇങ്ങനെ ധാർമ്മിക അധപ്പതനത്തിലേക്ക് പോകുന്നത്, മൂല്യച്യുതി മനുഷ്യന് സംഭവിക്കുന്നത്. ഇതിനെല്ലാം കാരണക്കാരനായ ഒരു പ്രധാന കാരണമുണ്ട്. ആ പ്രധാന കാരണത്തിലേക്ക് നമ്മൾ വിരച്ചുണ്ടുകയാണ്. ആ പ്രധാന കാരണത്തെയാണ് മനുഷ്യനിൽ കുടികൊള്ളുന്ന
പാപമെന്ന അദൃശ്യമായ ശക്തി. ഞങ്ങൾ അത് ഊന്നിപ്പറയാൻ താല്പര്യപ്പെടുന്നു, പ്രാഗൽഭ്യത്തോടെ പറയാൻ താല്പര്യപ്പെടുകയാണ്. തിരുവോല പ്രസംഗകരായ ഞങ്ങളെപ്പോലെയുള്ള സുവിശേഷകന്മാരുടെ കണ്ടുപിടുത്തമല്ല ഈ പാപം എന്ന് പറയുന്നത്. അവരുടെ ആശയധാരയിൽ ഉയർന്നു വന്ന ഒരു നൂതന ചിന്താ വിഷയവുമല്ല പാപം എന്ന് പറയുന്നത്. എത്രയോ നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ പ്രാർത്ഥിച്ചും പറഞ്ഞും ആളുകൾ ഉപദേശിച്ചും കേട്ടിട്ടുള്ള വാചകമാണ് മനുഷ്യൻ പാപിയാണ് എന്നുള്ളത്. മനുഷ്യന്റെ അകത്ത് പാപം കുടികൊള്ളുന്നത് കൊണ്ടാണ് മനുഷ്യൻ മദ്യത്തിലേക്ക് തിരിയുന്നത്. മനുഷ്യൻ പാപിയായതുകൊണ്ടാണ് ലഹരികൾ മനുഷ്യൻ ഉപയോഗിക്കുന്നത്. മനുഷ്യൻ പാപിയായതുകൊണ്ടാണ് മനുഷ്യൻ കൊലപാതകം ചെയ്യുന്നത്. മനുഷ്യൻ പാപിയായതുകൊണ്ടാണ് മനുഷ്യൻ മോഷ്ടിക്കുന്നത്. അവൻ പാപിയായതുകൊണ്ടാണ് വ്യഭിചാരം ചെയ്യുന്നത്. എല്ലാ തിന്മകളും, എല്ലാ അധാർമികതയും, എല്ലാ അസാന്മാർഗികതയും സംസ്കാരത്തിന് നിരക്കാത്തത്, മനസാക്ഷിക്ക് നിരക്കാത്തത് മനുഷ്യൻ ചെയ്തു കൂട്ടുന്നതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണക്കാരെന്ന് പറയുന്നത് മനുഷ്യന്റെ അകത്ത് കുടികൊള്ളുന്ന പാപമെന്ന അദൃശ്യമായ ശക്തിയാണ്. മനുഷ്യന്റെ സ്വഭാവത്തിൽ കലർന്നുപോയ പാപമെന്ന് പറയുന്ന ആ ഒരു അദൃശ്യമായ ശക്തി, മനുഷ്യന്റെ ശരീരത്തിൽ അവയവങ്ങളിൽ വാണരുളുന്ന പാപമെന്ന് പറയുന്ന അദൃശ്യമായ ശക്തി, ഇതാണ് മനുഷ്യനെ തിന്മയിലേക്ക് വഴി നടത്തുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ സുവിശേഷകന്മാരുടെ കണ്ടുപിടുത്തമല്ല. സ്നേഹിത, നമ്മുടെ നാട്ടിൽ എത്രയോ മതങ്ങളുണ്ട്. ആ മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ നാം പരിശോധിച്ചാൽ തന്നെ അതിനകത്ത് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മനുഷ്യൻ പാപിയാണ് എന്നുള്ളത്. ചില മതഗ്രന്ഥങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താം. ഇസ്ലാം മത ഗ്രന്ഥമായ ഖുർആനിൽ വളരെ വ്യക്തവും കൃത്യവുമായി എഴുതി വെച്ചിട്ടുണ്ട് മനുഷ്യൻ പാപിയാണ്. പ്രവാചകന്മാർ പ്രാർത്ഥിച്ചു വന്ന പ്രാർത്ഥനയുടെ വരികൾ അതിനകത്ത് ഉണ്ട് എന്ന് ഞങ്ങളെപ്പോലെയുള്ള സുവിശേഷകന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രവാചകന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇങ്ങനെയാണത്രേ: എന്റെ പാപങ്ങളെ മഞ്ഞുവെള്ളം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും എനിക്കൊരു നന്മയും ലഭിക്കില്ലല്ലോ എന്റെ റബ്ബേ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകന്മാരുടെ പ്രാർത്ഥന വെളിപ്പെടുത്തുന്നു മനുഷ്യൻ പാപിയാണ്. ഹൈന്ദവ മതഗ്രന്ഥമാകുന്ന വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുക്കളും ഉപപുരാണങ്ങളും ഗീതയും ഒക്കെ നാം പരിശോധിച്ചാൽ അതിനകത്തും സംശയലേശമന്യേ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മനുഷ്യൻ പാപിയാണ് എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ദീർഘനാളുകൾക്ക് മുമ്പ് നമ്മുടെ ഋഷീശ്വരന്മാരൊക്കെ ഭക്ത ശിരോമണികളായ വ്യക്തികളൊക്കെ പ്രാർത്ഥിച്ചു വന്ന അനവധി നിരവധി പ്രാർത്ഥനകൾ നമുക്കറിയാം. അതിലേറ്റവും പ്രസക്തമായ ഒരു പ്രാർത്ഥന വാചകം ഇങ്ങനെയാ. അതും അധികാലത്ത് എഴുന്നേറ്റ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഇരുപ്പുള്ളപ്പോൾ തന്നെ എഴുന്നേറ്റ് ഒരു തോർത്തുമുണ്ട് അരയിൽ ഉടുത്തുകൊണ്ട് ഭക്തിയോടെ നടന്നു നീങ്ങും. എന്നിട്ട് ഒരു ജലാശയത്തെ ലക്ഷ്യമാക്കിയാണ് അദ്ദേഹം നടക്കുന്നത്. ആ ജലാശയത്തിലെത്തിയാൽ വളരെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയോടെ ആ ജലാശയത്തിലേക്ക്, തണുത്ത വെള്ളത്തിലേക്ക് ആ ഭക്ത ശിരോമണിയായ മനുഷ്യൻ ഇറങ്ങി നിൽക്കും. അങ്ങനെ ഇറങ്ങി നിന്ന് തണുത്തുറഞ്ഞ വെള്ളത്തിലേക്ക് താൻ മുങ്ങിത്താഴും. അങ്ങനെ മുങ്ങിത്താണിട്ട് പൊങ്ങി വരുമ്പോൾ കൈക്കുമ്പിളിൽ ഒരു കൈക്കുമ്പിൾ വെള്ളം കോരിയെടുത്തുകൊണ്ടാണ് ഭക്തനായ മനുഷ്യൻ ഉയർന്നെഴുന്നേറ്റ് വരുന്നത്. അപ്പോഴേക്കും ഉദിച്ചുയർന്നു വരുന്ന ആ ഉദയസൂര്യന്റെ കിരണങ്ങളെ നോക്കിക്കൊണ്ട് തന്റെ കൈക്കുമ്പിളിൽ നിറഞ്ഞു തുളുമ്പുന്ന ആ വെള്ളത്തിൽ നിന്ന് ആമേ ധാരധാരയായി താഴേക്ക് ഒഴിച്ചുകൊണ്ട് ആ ഭക്തശിരോമണിയായ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്: പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപ സംഭവ പ്രാഹിമാം പുണ്ടരീകാക്ഷ സർവയജ്ഞേശ്വരോ ഹരി. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? ഞാൻ പാപിയാണ്, ഞാൻ പാപത്തിന്റെ കർമ്മഫലമാണ്, ഞാൻ പാപത്തിന്റെ ആത്മാവാണ്, എന്റെ പ്രവൃത്തികളെല്ലാം പാപമാണ്. പാപമില്ലാത്ത സർവേശ്വര, എന്നെ പാപത്തിൽ നിന്നും രക്ഷിക്കണമേ എന്നാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ നമ്മുടെ നാട്ടിൽ ഭക്തശിരോമണികളായ മുനിമാരും ഋഷിമാരും ആളുകളുമൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. അവിടം കൊണ്ട് കഴിഞ്ഞില്ല അവരുടെ പ്രാർത്ഥന. അസത്തോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നടത്തണമേ, മരണത്തിൽ നിന്നും ജീവനിലേക്ക് ഞങ്ങളെ നടത്തണമേ, അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തണമേ. എന്താണ് അവർ പ്രാർത്ഥിച്ചു വന്നത്? ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തണമേ. ശ്രീഗീത പ്രാർത്ഥനയുടെ ആശയം എന്താണ്? നമ്മുടെ തലയ്ക്ക് മുകളിൽ കത്തിച്ചൊലിച്ച് നിന്നുകൊണ്ട് ഈ ഭൂമിയെ മുഴുവൻ പ്രകാശമുള്ളതാക്കി മാറ്റുന്ന സൂര്യൻ ഇങ്ങനെ കത്തിച്ചൊലിച്ച് പ്രഭ ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഭക്തന്മാർ പ്രാർത്ഥിക്കുകയാണ്: ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തണമേ. ഇനി ഈ സൂര്യൻ അസ്തമിച്ച് അന്ധകാരം വരുമ്പോൾ ഇരുട്ടിന്റെ അന്ധകാരത്തെ വകഞ്ഞു മാറ്റാൻ പാകമുള്ള മനുഷ്യ നിർമ്മിതമായ വെളിച്ചങ്ങൾ
എല്ലായിടത്തും മിന്നി ശോഭിച്ചുകൊണ്ട് ഇരുട്ടിനെ അകറ്റി നിർത്തുമ്പോൾ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തണമേ. അപ്പൊ സൂര്യനും ചന്ദ്രനും ഉൾപ്പെടെ മനുഷ്യ നിർമ്മിതങ്ങളായ വെളിച്ചങ്ങൾ ഉൾപ്പെടെ മനുഷ്യന് വെളിച്ചം കൊടുക്കാൻ, ഇരുട്ടിനെ അകറ്റാൻ, മനുഷ്യന് കണ്ണുകൊണ്ട് കണ്ട് സഞ്ചരിക്കാൻ പാകത്തിൽ വഴിയൊരുക്കാൻ ഇവിടെ കത്തി ജ്വലിച്ച് തെളിഞ്ഞു നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഭക്തന്മാർ പ്രാർത്ഥിച്ചത്? ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തണമേ. അവർ ഉദ്ദേശിക്കുന്ന വെളിച്ചം നമ്മുടെ ചുറ്റും മൂടുന്ന ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന അന്ധകാരത്തെ കുറിച്ചല്ല അവർ പറയുന്നത്, മറിച്ച് മനുഷ്യന്റെ മനസ്സിൽ കുടികൊള്ളുന്ന, മനുഷ്യന്റെ സ്വഭാവത്തിൽ കുടികൊള്ളുന്ന പാപമെന്ന് പറയുന്ന ഇരുട്ടിനകത്തു നിന്ന് നീതി എന്ന സത്യമെന്ന വെളിച്ചത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തണമേ എന്നാണ് ഭക്ത ശിരോമണികൾ പ്രാർത്ഥിച്ചിട്ടുള്ളത്. ബൈബിൾ പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുകയാണ്. ആ ഒരു നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് ബൈബിൾ കൃത്യമായി പറയുന്നു. ഇനി മറ്റു മതങ്ങളൊക്കെ എടുത്തു നോക്കുക, ബുദ്ധമത ഗ്രന്ഥം പരിശോധിക്കുക, സ്വരാഷ്ട്രമതത്തിന്റെ ഗ്രന്ഥം പഠിക്കുക, സിഖ് മതത്തിന്റെ ഗ്രന്ഥം പഠിക്കുക, ഏത് മതഗ്രന്ഥം എടുത്തു നോക്കിയാലും അതിലൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മനുഷ്യൻ പാപിയാണ് എന്നുള്ളത്. എന്നാൽ ബൈബിളിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ബൈബിൾ മനുഷ്യൻ പാപിയാണെന്ന് മാത്രം വെളിപ്പെടുത്തുന്ന ഗ്രന്ഥം മാത്രമല്ല, മറിച്ച് ആ പാപത്തിന് ശാശ്വതമായ പരിഹാരം എവിടെയാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം കൂടെയാണ് വിശുദ്ധ ബൈബിൾ. പാപത്തിൽ നിന്ന് മനുഷ്യന് ഒരു സ്വാതന്ത്ര്യം ആവശ്യമാണെന്നും ആ സ്വാതന്ത്ര്യം മനുഷ്യന് പ്രാപിക്കാൻ കഴിയുമെന്നും അതിന് വില കൊടുക്കേണ്ടെന്നും തികച്ചും സൗജന്യമായി മനുഷ്യന് പാപത്തിന്റെ പരിഹാരം നേടിയെടുക്കാൻ കഴിയുമെന്നും ഉലകത്തോട് സംസാരിക്കുന്ന ഏക ഗ്രന്ഥം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളാണ്. പ്രിയരെ, ബൈബിൾ പാപത്തെ അഡ്രസ് ചെയ്യുന്നു, പാപ പരിഹാരത്തിനുള്ള വഴി ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ബൈബിളിനെ അടിസ്ഥാനമാക്കി സുവിശേഷം എന്ന മഹത്തായ സന്ദേശത്തെ, കാലഘട്ടത്തെ അതിജീവിച്ച, കാലഘട്ടത്തിന്റെ കരുത്തന്മാരായ ആളുകളുടെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇന്നും ആളുകൾക്ക് മാനസാന്തരം വരുത്തി, രോഗസൗഖ്യം നൽകി, പാപബോധം നൽകി, പാപക്ഷമ നൽകി, അതിന്റെ പ്രവൃത്തി തികച്ചുകൊണ്ട് ചൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സുവിശേഷം എന്ന മഹത്തായ സന്ദേശം ഞങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നത്, പാപിയാണെന്ന് മനുഷ്യൻ, തെറ്റുകാരനാണെന്നും അവന് തിന്മയുണ്ടെന്നും പാപി ആയതുകൊണ്ടാണ് അവൻ പാപം ചെയ്യുന്നതെന്നും പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്നവനാണ് അവനെന്നും ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ തന്നെ ആ പാപത്തിന്റെ പരിഹാരം എന്താണെന്ന് ബൈബിൾ ലോകത്തോട് വിളിച്ചു പറയുന്നു. ബൈബിൾ പറയുന്ന ചില സത്യങ്ങൾ കൂടി പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാം. മനുഷ്യൻ പാപിയാണെന്ന് ബൈബിൾ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ മറ്റൊന്നുകൂടെ ബൈബിൾ വിളിച്ചു പറയുന്നു, പ്രവൃത്തിയാൽ മനുഷ്യന് പാപത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. ഏതെങ്കിലും മതങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിയമങ്ങളും കൃത്യമായി പാലിച്ചതുകൊണ്ട്, ആചരിച്ചതുകൊണ്ട്, അനുഷ്ഠിച്ചതുകൊണ്ട് മനുഷ്യന് പാപത്തിന്റെ പരിഹാരം ലഭ്യമാകത്തില്ലെന്ന് ഉറപ്പിച്ചു പറയുക. ലോകത്തിലെ സകല മതങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന യഹൂദ മതം എന്ന മതത്തിന്റെ നിയമങ്ങളെ നോക്കിക്കൊണ്ട് സർവശക്തനായ ദൈവം ഇങ്ങനെ പറഞ്ഞു, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു മനുഷ്യനും നീതിമാനാകുകയില്ല, ഒരു മനുഷ്യനും രക്ഷ പ്രാപിക്കുകയില്ല. സ്നേഹിത, ഈ ന്യായപ്രമാണത്തിനകത്ത് എന്തൊക്കെയുണ്ട്? അതിനകത്ത് ഉത്സവങ്ങളുണ്ട്, അതിനകത്ത് പെരുന്നാളുകളുണ്ട്, അതിനകത്ത് നേർച്ചകളുണ്ട്, അതിനകത്ത് വഴിപാടുകളുണ്ട്, അതിനകത്ത് യാഗങ്ങളുണ്ട്, അതിനകത്ത് തീർത്ഥാടന യാത്രകളുണ്ട്. വർഷം തോറും യെരൂശലേം ദേവാലയത്തിലേക്ക് ആളുകൾ കടന്നു ചെല്ലണം, അവിടെ ചെന്ന് അവിടെ യാഗാദി കർമ്മങ്ങൾ നടത്തണം. അപ്പോൾ ഇതെല്ലാം ചെയ്തു വന്ന ഒരു സമൂഹത്തെ നോക്കിക്കൊണ്ട് സർവശക്തനായ ദൈവം പറയുകയാ, പാപിയായ നിങ്ങളുടെ പാപം പരിഹരിക്കപ്പെടാൻ ഈ മതത്തിന്റെ നിയമങ്ങൾക്ക് കഴിയത്തില്ല. പ്രവൃത്തി കൊണ്ട് രക്ഷപ്പെടാൻ കഴിയത്തില്ല, സൽപ്രവൃത്തികൾ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയത്തില്ല, മൃഗയാഗം നടത്തിയത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയത്തില്ല, രക്തച്ചൊരിച്ച് നടത്തി രക്ഷപ്പെടാൻ കഴിയത്തില്ല, പണം കൊടുത്ത് പാപത്തിന് പരിഹാരം നേടുവാൻ കഴിയത്തില്ല. കാരണം പാപിയായ മനുഷ്യൻ അവന്റെ പാപമുള്ള സ്വഭാവത്തിനകത്തു നിന്നും, അവന്റെ ശരീരത്തിനകത്തു നിന്നും അവൻ ചെയ്യുന്ന ഏത് കാര്യങ്ങളും ദൈവത്തിന് സ്വീകരിക്കാൻ കഴിയത്തില്ല. കാരണം നമ്മുടെ നീതി പ്രവർത്തികൾ സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ കറ പിരണ്ട തുണികൾ പോലെയാണ്. എനിക്കും നിങ്ങൾക്കും ലഡു ഇഷ്ടമാണ്, അല്ലെങ്കിൽ ജിലേബി ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഹൽവ ഇഷ്ടമാണ്. അത് ഇഷ്ടമായതുകൊണ്ട് ഒരു കുഷ്ഠരോഗി, കുഷ്ഠം നിറഞ്ഞ പുഴുത്ത
പഴുത്ത കരത്തിൽ അത് കൊണ്ട് നീട്ടിയാൽ നമ്മൾ വാങ്ങിച്ച് സ്വീകരിക്കുമോ? സ്നേഹിത, എനിക്കിഷ്ടമാണ്, തന്നോ, ഞാൻ കഴിച്ചേക്കാമെന്ന് പറയുമോ? ഇല്ലല്ലോ, അത് വാങ്ങി നമ്മൾ കഴിക്കില്ല. കാരണം കൊണ്ടുവന്നവന്റെ കരത്തിൽ കുഷ്ഠമാണ്. ഇതുപോലെ മനുഷ്യൻ പാപിയായതുകൊണ്ട്, പാപം നിറഞ്ഞ മനുഷ്യൻ, പാപത്താൽ മൂടപ്പെട്ട മനുഷ്യൻ, പാപത്താൽ നിയന്ത്രിക്കപ്പെട്ട മനുഷ്യൻ എന്ത് നേർച്ചകൾ കൊടുത്താലും, എന്ത് കാഴ്ചകൾ അർപ്പിച്ചാലും, എന്ത് യാഗങ്ങൾ നടത്തിയാലും, എന്ത് വഴിപാടുകൾ നടത്തിയാലും അത് ദൈവത്തിന് സ്വീകരിക്കാൻ കഴിയില്ല. മനുഷ്യൻ പാപിയാണ്. അതുകൊണ്ട് മനുഷ്യന് സ്വയം രക്ഷപ്പെടുവാനോ മനുഷ്യരിൽ നിന്നുള്ള ഒരുത്തന് അവനെ രക്ഷപ്പെടുത്തുവാനോ കഴിയാത്തത് കൊണ്ട് സർവശക്തനായ ദൈവം തന്നെ പാപിയായ മനുഷ്യനെ രക്ഷിക്കാൻ ഒരു രക്ഷാകര പദ്ധതി തയ്യാറാക്കി. ആ പദ്ധതി എന്ന് പറയുന്നത് സാക്ഷാൽ ദൈവം തന്നെ ലോകത്തിലേക്ക് ഇറങ്ങി വരിക എന്നുള്ളതാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ദൈവം ആരാണ്? ദൈവം അക്ഷയനായ ദൈവമാണ്. ദൈവം സർവശക്തനായ ദൈവമാണ്. ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായ സർവശക്തനായ ദൈവത്തിന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇവൻ കണ്ടാൽ അവന് താങ്ങാൻ കഴിയാത്തതുപോലെ തേജസ്സിന്റെ ഘനമുള്ള സർവശക്തനായ ദൈവത്തിന് തന്റെ തനി രൂപത്തിൽ, തന്റെ തനി സ്വരൂപത്തിൽ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരാൻ കഴിയാത്തത് കൊണ്ട്, അങ്ങനെ വന്നാൽ മനുഷ്യനത് താങ്ങാൻ കഴിയാത്തത് കൊണ്ട്, മനുഷ്യനെ കാണാനും മനുഷ്യനെ താതാത്മ്യപ്പെടാനും മനുഷ്യനെ ഇടപെടാനും കഴിയുന്ന വിധത്തിൽ ഒരു മനുഷ്യനായി തന്നെ ഈ ലോകത്തിലേക്ക് സർവശക്തനായ ദൈവം ഇറങ്ങി വന്നു. അങ്ങനെ സർവശക്തനായ ദൈവം മനുഷ്യന്റെ ഇടയിലേക്ക് വരാൻ, മനുഷ്യന്റെ ഇടയിൽ പാർക്കാൻ, മനുഷ്യനോട് ഇടപെടാൻ, മനുഷ്യനെ തൊടാൻ, മനുഷ്യനോട് സംസാരിക്കാൻ ഒരു മനുഷ്യനായി തന്നെ ലോകത്തിൽ അവതരിച്ച അവതാര പുരുഷന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. യേശു ക്രിസ്തു ഒരു മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചവനാണെങ്കിലും കേവലം ഒരു മനുഷ്യനായി മാത്രം ഒതുങ്ങുന്നവനല്ല യേശു. അതിനപ്പുറത്ത് അവിടുന്ന് ശക്തനായ ദൈവമാണ്, സൃഷ്ടാവായ ദൈവമാണ്, സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ്. പ്രകൃതി പോലും അവിടുത്തെ വാക്കുകൾ അനുസരിച്ചിട്ടുണ്ട്. അത് യേശുവിന്റെ ദൈവത്വത്തെ തെളിയിക്കുകയാണ്. ആ തിരമ്പുന്ന കടലിന്റെ തിരമാലകൾക്ക് മുകളിൽ നടന്ന് യേശു കർത്താവ് 4-ാം യാമത്തിൽ ശിഷ്യന്മാരുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ കാറ്റും കോലും കൊണ്ട് വലഞ്ഞുപോയ ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് കർത്താവ് ആ കാറ്റിനെ ശാസിക്കുന്നുണ്ട്, തിരമാലകളെ ശാസിക്കുന്നുണ്ട്. കാറ്റ് അടങ്ങുക, കടലെ ശാന്തമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ കടലിനെ ശാന്തമാക്കി, കാറ്റിനെ ശാന്തമാക്കി, കടലിന്റെ മേൽ കാറ്റിന്റെ മേൽ തനിക്കുള്ള അധികാരത്തെ യേശു വെളിപ്പെടുത്തി. ആ തിരുമ്പുന്ന കടലിന്റെ തിരമാലകൾക്ക് മുകളിൽ കൂടെ നടന്ന് ആ തിരമാലകളെ കാൽക്കീഴിലാക്കിക്കൊണ്ട് സമുദ്രത്തിന്റെ മേലുള്ള തന്റെ ആധിപത്യം യേശു വെളിപ്പെടുത്തി. താൻ ഒരു മനുഷ്യനായി ഭൂമിയിൽ പിറന്നവനാണെങ്കിലും കേവലം ഒരു മനുഷ്യൻ മാത്രമല്ല, ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റാത്തത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന സർവശക്തനായ ദൈവമാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് യേശു തന്റെ ദൈവത്വത്തെ സ്ഥാപിച്ചു. പ്രിയരെ, അങ്ങനെ ദൈവത്തെ സർവശക്തനായ ദൈവം മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചു. ആ അവതാര പുരുഷന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ആരൊക്കെയോ യേശുവിനെ കേവലം ഒരു അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു പുരുഷനായിട്ടും കേവലം കാര്യങ്ങളെ പ്രവചിച്ചു പറയുന്ന ഒരു പ്രവാചകനായും മാത്രം തരം താഴ്ത്തുമ്പോൾ ഞങ്ങൾ പറയുന്നു, അതെ, യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. യേശു കാര്യങ്ങളെ കൃത്യമായി പ്രവചിച്ചിട്ടുള്ള, ലോകം കണ്ടതിൽ ഏറ്റവും കൃത്യനിഷ്ഠയുള്ള, ഏറ്റവും വിശ്വസനീയമായ, വിശ്വാസയോഗ്യനായ പ്രവാചകനാണ് കർത്താവ് യേശു ക്രിസ്തു. എന്നാൽ അവിടെ കൊണ്ട് മാത്രം ഒതുങ്ങുന്നവനല്ല, അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. അവർ ദൈവമായ സർവശക്തനായവൻ മനുഷ്യനായി ലോകത്തിൽ അവതരിച്ച കുഞ്ഞിനെ പേർ വിളിച്ചു യേശു ക്രിസ്തു. എന്തിനാണ് സർവശക്തനായവൻ മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചത്? ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവം നീതിമാനാണ്. പാപത്തെ ശിക്ഷിക്കണം, പാപിയെ രക്ഷിക്കണം. ഇത് രണ്ടും ദൈവത്തിന് ചെയ്തേ പറ്റൂ. പാപത്തെ ശിക്ഷിക്കാതെ പാപിയെ രക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ നീതിക്ക് നിരക്കാത്തതായതുകൊണ്ട് പാപിയായ മനുഷ്യൻ അനുഭവിക്കേണ്ട ശിക്ഷ, ന്യായമായ ശിക്ഷ മരണമാണ്. ബൈബിൾ അത് കൃത്യമായി വിളിച്ചു പറയുന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണ് സ്നേഹിത. അതുകൊണ്ട് പാപിയായ മനുഷ്യൻ മരിക്കണം. അതാണ് ദൈവത്തിന്റെ നിയമം. പക്ഷേ ദൈവം സ്നേഹവാനായതുകൊണ്ട്, ദൈവം കരുണയുള്ളവനായതുകൊണ്ട്, ദൈവം മനസ്സലിവുള്ളവനായതുകൊണ്ട് തന്റെ സൃഷ്ടികളിൽ ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് അവിടുന്ന് വല്ലാതെ കൊതിക്കുന്നത് കൊണ്ട്, ആഗ്രഹിക്കുന്നത് കൊണ്ട് കർത്താവായ ക്രിസ്തുയേശു എന്ന സർവശക്തനായ ദൈവം വേഷത്തിൽ മനുഷ്യനായി, രൂപത്തിദാസനായി ലോകത്തിൽ അവതരിച്ചിട്ട് എന്റെ മരണത്തെ എനിക്ക് പകരമായി യേശു കർത്താവ് ഏറ്റെടുക്കുകയായിരുന്നു. നിങ്ങൾ മരിക്കേണ്ടതിന് പകരം നിങ്ങൾക്ക് പകരം യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിക്കുകയായിരുന്നു.
അങ്ങനെ മരിക്കണമെങ്കിൽ യേശു കർത്താവ് പാപം ചെയ്തിട്ടില്ല സ്നേഹിത. യേശു കർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിർദോഷനാണ്, നിർമ്മലനാണ്, നിഷ്കളങ്കനാണ്, നിരപവാദ്യമായ ജീവിതം നയിച്ച നിഷ്കളങ്കനായ പരമപുരുഷനാണ് കർത്താവായ യേശു ക്രിസ്തു. എന്നാൽ എന്റെയും നിങ്ങളുടെയും സകല പാപങ്ങളും, ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും യേശു കർത്താവിന്റെ ശരീരത്തിന് മേൽ ചുമത്തി ഒരു കഴുത ചുമടെടുക്കുന്നത് പോലെ. എൻ്റെ ഈ പ്രസംഗത്തിന്റെ കൂടെ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചിത്രം മനസ്സിൽ കാണാൻ കഴിയും. ഒരു കഴുത ചുമടെടുക്കുന്നത് പോലെ ലോകത്തിലെ മുഴുവൻ മനുഷ്യന്റെയും പാപങ്ങൾ യേശുവിന്റെ മേൽ വെച്ചുകെട്ടിക്കൊടുത്തു സർവശക്തനായ ദൈവം. ആ പാപഭാരം പേറിക്കൊണ്ടാണ് എനിക്ക് പകരം, നിങ്ങൾക്ക് പകരം കർത്താവായ ക്രിസ്തുയേശു കാൽവരി ക്രൂശിൽ മരിച്ചത്. ഗെത്സമനെ തോട്ടത്തിൽ പിടിക്കപ്പെട്ട രാത്രിയിൽ വിവിധ കോടതികളിൽ, യഹൂദന്റെ മതക്കോടതിയിലും റോമാ ഗവൺമെന്റിന്റെ സിവിൽ കോടതിയിലും മാറി മാറി പലയാവർത്തി വിസ്തരിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മാറി മാറി വിസ്തരിച്ചു, തിരിച്ചും മറിച്ചുമിട്ട് വിസ്തരിച്ചു. എല്ലാ മേഖലയും സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടും യേശുവിന്റെ മേൽ ഒരു കുറ്റവും തെളിയിക്കാൻ, ആരോപിക്കപ്പെട്ട ഒരു കുറ്റവും യേശു ചെയ്തതായി സ്ഥാപിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. കള്ളസാക്ഷികളെ കൊണ്ടുവന്ന് കള്ളസാക്ഷ്യം പറയിച്ചു നോക്കി, എന്നിട്ടും ഒരു തെറ്റും യേശുവിന്റെ മേൽ തെളിയിക്കാൻ പറ്റുകയില്ല. സാക്ഷ്യം കള്ളമാണെന്ന് തെളിയിക്കപ്പെട്ടു. എന്നിട്ടും യേശു ക്രൂശിക്കപ്പെടണമെന്നുള്ള ദൈവത്തിന്റെ നിർണയം പൂർത്തീകരിക്കപ്പെടേണ്ടതിന് യഹൂദന്മാർ അലറി വിളിച്ചു, അവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക. മുഴു ലോകത്തിന്റെയും രക്ഷയ്ക്കും പാപത്തിന്റെ പരിഹാരത്തിനും വേണ്ടി ഒരുവൻ ക്രൂശിൽ മരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായതുകൊണ്ട്, ദൈവത്തിന്റെ പ്ലാനായതുകൊണ്ട് അവരുടെ ആക്രോശത്തിന് മുമ്പിൽ പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ച് കൊടുക്കുകയാണ്. യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. കബതയുടെ കൽത്തളത്തിൽ ആ കൽക്കുത്തി യേശുവിനെ ഒരു റാ പോലെ വളച്ചു നിർത്തി 2 റോമൻ പടയാളികൾ ഇരുവശത്തും നിന്നുകൊണ്ട് ചട്ടമാറുകൊണ്ട് മാറി മാറി യേശുവിനെ അടിച്ചു. യേശുവിന്റെ പുറം ഉടലിച്ചാല് പോലെ കയറി അവിടുത്തെ മുഖത്ത് റോമൻ നാണയ തുട്ടികൾ ചേർത്ത് വെച്ച് പിടിതെടുത്തു. യേശുവിന്റെ മുഖത്ത് അടിച്ചു, തുപ്പി, കണ്ണുകെട്ടി യേശുവിന്റെ മുഖത്ത് അടിച്ചിട്ട് നിന്നെ തല്ലിയത് ആരെന്ന് ഞങ്ങളോട് പ്രവചിക്ക എന്ന് പറഞ്ഞ് യേശുവിനെ പരിഹസിച്ചു. യേശു അവിടെയും പതറിയില്ല. ജീവൻ നഷ്ടപ്പെട്ടവനെ പോലെ ശരീരം മുഴുവൻ മുറിവെറ്റവനായി, രക്തം ചിന്തി ഒഴുകുന്നവനായി യേശു കർത്താവ് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായി പുറത്തേക്ക് ഇറങ്ങി വരികയാ. തകർക്കപ്പെട്ട യേശുവിനെ നോക്കിക്കൊണ്ട് പുരുഷാരം സന്തോഷത്താൽ അട്ടഹസിച്ചു. അവിടം കൊണ്ട് അവരുടെ കലി അടങ്ങിയില്ല. അവർ വീണ്ടും യേശുവിനെ നോക്കി പരിഹസിച്ചു. യേശുവിനെ ക്രൂശിക്കാനുള്ള ആ ക്രൂശിന്റെ മരക്കഷണങ്ങളിൽ ഒരെണ്ണം യേശു കർത്താവിന്റെ തോളിലേക്ക് വെച്ചു കൊടുത്തു. അത് എടുത്തുകൊണ്ട് വീണമെഴുന്നേറ്റും കോൽക്കോട്ട മല ലക്ഷ്യമാക്കി അവർ നടക്കുകയാണ്. ഒരു കാളയെ പിന്നിൽ നിന്ന് അടിച്ചടിച്ച് നടത്തുന്നത് പോലെ യേശു ക്രിസ്തുവിനെ പിറകിൽ നിന്ന് ചാട്ടമാറുകൊണ്ട് വീടുതോറും എഴുന്നേൽക്കാൻ അടിക്കാൻ തുടങ്ങി. അങ്ങനെ പാതിവഴി എത്തിയപ്പോൾ വീണുപോയി എന്ന കർത്താവ് അത് ചുമക്കാൻ കഴിഞ്ഞില്ല. ആ വഴി വയലിൽ നിന്ന് കയറി വന്ന ശിമോൻ എന്ന കുറേനക്കാരന്റെ കയ്യിലേക്ക്, അവന്റെ തോളിലേക്ക് ആ മരക്കഷണം എടുത്തു വെച്ചു കൊടുത്തു. അങ്ങനെ ഗോൽഗോഥ മലയിലെത്തിയ കർത്താവായ യേശു ക്രിസ്തു ആ പച്ചമര കുരിശിനോട് ചേർത്ത് വെച്ച് മൂന്നാണികളാൽ തറയ്ക്കപ്പെടുകയാണ് സ്നേഹിത. 2 കള്ളന്മാർക്ക് നടുവിൽ നിരപരാധിയായിട്ട് പോലും അപരാധിയെ പോലെ എന്റെ കർത്താവായ യേശു ക്രിസ്തു തുന്നപ്പെടുമ്പോൾ, തകർക്കപ്പെടുമ്പോൾ ആ നീചമായ മരണത്തെ നോക്കിക്കൊണ്ട് തന്റെ ദാസന്മാർ ഇങ്ങനെ എഴുതി വെച്ചു, നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് കർത്താവായ ക്രിസ്തു യേശു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിമേ കയറി. വലക്കാവ് ദേശമേ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും, ഒരു ആപത്തും ആർക്കും ചെയ്യാതിരുന്നിട്ടും, ഒരു ദോഷം പോലും ആർക്കും ചെയ്യാതിരുന്നിട്ടും, മനുഷ്യന്റെ നന്മയല്ലാതെ ഗുണമല്ലാതെ വേറൊന്നും ചെയ്യാതിരുന്നിട്ട് പോലും എന്റെ കർത്താവായ ക്രിസ്തു യേശു ഒരു നീചനെ പോലെ മരണപ്പെടുന്നത്, ഒരു അപരാധിയെ പോലെ മരണപ്പെട്ടത് എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയുള്ള ഒരു പ്രായശ്ചിത്ത ബലിമരണമായിരുന്നു, ഒരു യാഗമരണമായിരുന്നു യേശു ക്രിസ്തുവിൻ്റേത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. യേശു ക്രിസ്തു എനിക്ക് പകരമായി മരിച്ചത് കൊണ്ട് വാസ്തവത്തിൽ എന്റെ പാപം പരിഹരിക്കപ്പെടാൻ വേണ്ടിയുള്ള ഒരു യാഗം നടന്നു കഴിഞ്ഞു, ഒരു യജ്ഞം അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. എന്റെ പാപം പരിഹരിക്കപ്പെടാനുള്ള രക്തം അവിടെ ചീന്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്റെ പാപം പരിഹരിക്കപ്പെടാനുള്ള എല്ലാം അവിടെ സംഭവിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യന്റെ സമസ്ത പ്രശ്നങ്ങൾക്കും ആധാര കാരണമായിരിക്കുന്ന പാപമെന്ന് പറയുന്ന മഹാരോഗത്തിന്റെ വിപത്തിനകത്ത് നിന്ന് മനുഷ്യവർഗത്തിന് പുറത്തു വരാൻ എന്നെ സ്നേഹിത ഇനി ആരും മല കയറണ്ട. കാരണം യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് നമുക്ക് വേണ്ടി കാൽവരി മല നടന്ന് കയറിയിരിക്കുകയാണ്.
ഇനി പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആരും മരം തോളിൽ വെച്ചുകൊണ്ട് റോഡിലൂടെ നടക്കണ്ട, ആരും ആ മരക്കുരിശ് ചുമന്നുകൊണ്ട് ഒരു കുന്നും മരവും താണ്ടിക്കയറണ്ട. കാരണം പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരുവൻ ഒരിക്കലായി കുരിശ് ചുമന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പാപത്തിന്റെ പരിഹാരത്തിനായി ആരും ശരീരത്തെ മുറിക്കണ്ട. ഒരുവന്റെ ശരീരം എന്നേക്കുമായുള്ള പരിഹാരത്തിന് വേണ്ടി മുറിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആരുടെയും രക്തം ചിന്തണ്ട. ഒരുവന്റെ രക്തം എല്ലാവർക്കും വേണ്ടി എല്ലാ കാലത്തേക്കുമായി ചീന്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇനി പാപപരിഹാരത്തിന് തീർത്ഥാടനങ്ങൾ വേണ്ട, ഇനി പാപപരിഹാരത്തിന് വേണ്ടി യാഗങ്ങൾ വേണ്ട, ഇനി പാപപരിഹാരത്തിന് വേണ്ടി രക്തച്ചൊരിച്ചിൽ വേണ്ട, ഇനി പാപപരിഹാരത്തിന് വേണ്ടി മൃഗബലിയോ നരബലിയോ വേണ്ട, നേർച്ചകളോ കാഴ്ചകളോ അർപ്പണങ്ങളോ തർപ്പണങ്ങളോ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ട. അത് 2025 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പാപത്തിന്റെ പരിഹാരം നേടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ലളിതമായൊരു മാർഗം സർവശക്തനായ ദൈവം ലോകത്തിന് മുമ്പിൽ വച്ചിരിക്കുകയാണ്. ആ മാർഗം എന്ന് പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളതാണ്. വിശ്വസിക്കുക. എന്താ വിശ്വസിക്കേണ്ടത്? യേശു എന്ന ദൈവപുത്രൻ ലോകത്തിൽ വന്നത് എന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്നും മനുഷ്യവർഗത്തിന്റെ പാപത്തെ പരിഹരിക്കാൻ വേണ്ടിയാണെന്നും വിശ്വസിക്കണം. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്റെ പാപത്തെ പരിഹരിക്കാൻ വേണ്ടിയുള്ള പ്രായശ്ചിത്ത ബലിമരണമായിരുന്നു എന്ന് വിശ്വസിക്കണം. യേശു ക്രിസ്തു മരിച്ചു. തന്റെ മരണത്തിൽ ഒഴുക്കപ്പെട്ട രക്തം മുഖാന്തരം എനിക്ക് പാപത്തിന്റെ പരിഹാരമുണ്ടെന്ന് വിശ്വസിക്കണം. അങ്ങനെ ഒരുവൻ വിശ്വസിച്ചിട്ട് ഞാൻ പാപിയാണ് കർത്താവേ, ഞാൻ തെറ്റിലേക്ക് പോകുന്നത്, ഞാൻ ലഹരി വസ്തുക്കളിലേക്ക് തിരിയുന്നത്, അധാർമികതയുടെ പിന്നാലെ ഏറ്റവും മ്ലേച്ഛമായ കാര്യങ്ങൾക്ക് പിന്നാലെ ഞാൻ യാത്ര ചെയ്യുന്നത്, സകല തിന്മകളാലും ഞാൻ വശീകരിക്കപ്പെടുന്നത്, എത്ര നല്ലവനായി ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടും സമൂഹത്തിലും വീടിനും നാടിനും നാട്ടുകാർക്കും കൊള്ളാകുന്നവനായി ജീവിക്കാൻ ഇച്ഛിച്ചിട്ടും പലപ്പോഴും എനിക്കതിന് കഴിയാതെ പോകുന്നത്, പല തെറ്റുകളും ഇനി ചെയ്യില്ലെന്ന് തീരുമാനമെടുത്തിട്ടും ദുർബല നിമിഷങ്ങളിൽ ആ തീരുമാനം ലംഘിച്ചുകൊണ്ട് ആവർത്തിക്കുന്നത് ഞാൻ പാപിയായതുകൊണ്ടാണെന്ന് സമ്മതിക്കുന്നു. കർത്താവേ, എനിക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയത്തില്ല, എന്നെ രക്ഷിക്കണമേ. യേശുവേ, പാപിയായി എന്നോട് കരുണ തോന്നണമേ, പാപിയായ എന്നെ രക്ഷിക്കണമേ, പാപിയായ എന്നോട് മനസ്സലിവ് കാണിക്കണമേ. ഞാൻ അങ്ങയുടെ അരികിലേക്ക് വരികയാണ്. അങ്ങയുടെ മരണത്താൽ പാപത്തിന്റെ മോചനമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആകയാൽ ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ അവിടുത്തെ രക്തം കൊണ്ട് എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കും? ആര് യേശുവിനെ വിളിച്ചപേക്ഷിക്കും? അവരുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും യേശു കർത്താവ് ആ പാപങ്ങളെ നീക്കും, ആ മനുഷ്യനെ ശുദ്ധീകരിക്കും. താങ്കളുടെ ജീവിതം ഒരു നിർമ്മലമായ വെള്ളത്തുണി കറപിരണ്ട് നാശമായതുപോലെ താങ്കളുടെ ജീവിതം പാപമെന്ന കറയാൽ അശുദ്ധമാക്കപ്പെട്ടെങ്കിൽ യേശുവിന്റെ രക്തമെന്ന മറുമരുന്ന് താങ്കളുടെ ജീവിതമാകുന്ന വെള്ളത്തുണിയെ കഴുകി വിശുദ്ധീകരിക്കാൻ പര്യാപ്തമായ രക്തമാണ്. ചെയ്തു പോയ പാപത്തിന്റെ കുറ്റബോധം പേറിക്കൊണ്ട് എനിക്കൊരിടത്തും രക്ഷയില്ല, ഇനി മരണമല്ലാതെ വേറൊന്നില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ പാപത്തിന്റെ കുറ്റബോധത്തിൽ നിന്നും പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്നും താങ്കളെ രക്ഷിക്കാൻ കഴിയുന്ന ഏകരക്ഷകൻ, ഒറ്റ രക്ഷകൻ, ഒരേ ഒരു രക്ഷിതാവ് കർത്താവായ ക്രിസ്തു യേശു മാത്രം. പാപത്തെ പരിഹരിക്കാൻ ലോകത്തിൽ അവതരിച്ച ഏക അവതാര പുരുഷൻ കർത്താവായ ക്രിസ്തു യേശു. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരണപ്പെട്ട ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തു. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വന്തം രക്തം ഉറ്റിത്തന്ന ഒരു വ്യക്തിത്വം കർത്താവായ ക്രിസ്തു യേശു. അതുകൊണ്ട് ഈ വലക്കാവ് ദേശം കേൾക്കെ ഞങ്ങൾ ശ്രമിച്ച ഭക്ഷണയിൽ ഉദ്ഘോഷിക്കുകയാണ്, മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ടിട്ടുള്ള വേറൊരു നാമമില്ല, ഒരേ ഒരു നാമം, യേശു ക്രിസ്തു എന്ന നാമം. ആകയാൽ യേശു ക്രിസ്തു എന്ന രക്ഷിതാവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. ഉലകത്തിൽ സകല മഹാന്മാരും മരിച്ച് കല്ലറ കൊണ്ട് ചരിത്രം അവസാനിപ്പിച്ച് മടങ്ങിയപ്പോൾ മരണത്തിനപ്പുറത്ത് കല്ലറയ്ക്ക് ശേഷവും ചരിത്രം തുടരുന്ന ഒരൊറ്റ വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. യേശു ഉയർത്തെഴുന്നേറ്റു. 3-ാം ദിവസം കല്ലറയെ ബോധിച്ചു. കല്ലറയുടെ കവാടബന്ധിത മഹാശില പ്രതിബന്ധത്തെ തകർത്തുകൊണ്ട് കർത്താവായ ക്രിസ്തു യേശു ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. ഉയർത്തെഴുന്നേറ്റു യേശു തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി താൻ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിച്ചു കൊടുത്തു. ഏറ്റവും ഒടുവിൽ സ്വർഗത്തിൽ കർത്താവ് കയറിപ്പോയി. പിതാവിന്റെ വലത്തുഭാഗത്താൻ മുമ്പേയായിരുന്ന ഇടത്ത് ഇരുന്നു കൊണ്ട് ലോകജനത്തിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കാൻ യോഹന്നാൻ എന്ന
യേശുക്രിസ്തുവിന്റെ മാർവോട് ചാരിക്കടന്ന് യേശുവിന്റെ ചങ്കിടിപ്പിന്റെ വേഗന താളവും ചൂടും തിരിച്ചറിഞ്ഞ യേശുവിനെ ഏറെ സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാൻ ആ മനുഷ്യൻ ഇങ്ങനെ എഴുതി വെച്ചു, ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നിങ്ങളുടെ പാപത്തിന് വേണ്ടി മാത്രമല്ല, മുഴു ലോകത്തിന്റെയും പാപത്തിന് പ്രായശ്ചിത്തമായി തീർന്ന യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ സ്വർഗത്തിലുണ്ട്. മുഴു ലോകത്തിന്റെയും പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി തന്റെ അടുക്ക വരുന്നവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കാൻ യേശു കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ഇനി താമസമില്ല, യേശു മടങ്ങി വരാൻ പോകുന്നു. സ്നേഹിത, യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടുമുണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, സ്ഥലമൊരുക്കിയ പിന്നെയും എന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. യേശു കർത്താവ് ശിഷ്യന്മാരെ കാഴ്ചക്കാരാക്കി നിർത്തിക്കൊണ്ട് ഒലിവ് മലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ആ കാഴ്ചകൾ നമ്പറിൽ നിൽക്കുന്ന ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് ശിക്ഷകായി ദൂതഗണങ്ങൾ വിളിച്ചു പറഞ്ഞു, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്നതുകൊണ്ട് നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയ ക്രിസ്തു എന്ന രക്ഷിതാവ് പോയതുപോലെ വീണ്ടും വരും. യോഹന്നാൻ വീണ്ടും എഴുതി, ആത്മാവിൽ കണ്ടുകൊണ്ട് ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. സ്നേഹിത, കർത്താവ് തൻ ഗംഭീരനാഥത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ പുനരാഗമിക്കുവാൻ സമയമാഗതമായിരിക്കുകയാണ്. ഈ മനുഷ്യന് പാപത്തിൽ നിന്നും രക്ഷ നേടാൻ, യേശുക്രിസ്തുവിനുള്ള പാപത്തിന് പരിഹാരം നേടാൻ അവശേഷിക്കുന്ന നാളുകൾ വളരെ ചുരുക്കമാണ്. യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിന് ശേഷം രക്ഷപ്പെടാൻ വേറൊരു വഴിയില്ല. അതുകൊണ്ട് പുനരാഗമനത്തിന് മുൻപ് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ മരണമുറപ്പ്, മരണത്തിന് മുൻപ് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? യേശുവിനെ രക്ഷകനെ സ്വീകരിച്ച് താങ്കൾ മരിച്ചാൽ, അല്ല, താങ്കൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപത്തിന് പരിഹാരം നേടുന്നതിന് മുൻപ് യേശു പുനരാഗമിച്ചാൽ താങ്കളുടെ സ്ഥാനം നിത്യ നരകത്തിലാണ്. കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള, ഒരിക്കൽ പോലും രക്ഷപ്പെടാൻ വഴിയില്ലാത്ത, എന്നേക്കുമായി അകപ്പെട്ടു പോകുന്ന, വേദന തിന്ന് നാളുകൾ തള്ളി നിൽക്കേണ്ടി വരുന്ന, ഒരിറ്റു വെള്ളത്തിന് പോലും സഹായമാരുമില്ലാത്ത ആ നിത്യ നരകത്തിൽ ഇവിടുത്തെ കളധികം യാതന സഹിച്ച് താൻ ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് തന്നെ യേശുവിനെ വിശ്വസിച്ച് രക്ഷകനായി സ്വീകരിച്ച് താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടെന്ന് ഉറപ്പാക്കുക. അങ്ങനെയെങ്കിൽ പേർ വിളിക്കും നേരം കാണും നിന്റെ പേരും. ആ സ്വർഗീയമായ അനുഭവത്തെ പ്രാപിച്ചുകൊണ്ട് നിത്യസന്തോഷത്തിൽ ഈ ഭൂമിയിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും ജീവിക്കാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിക്കട്ടെ. ലഹരി എന്ന മാരകമായ വിഷയത്തെ തുടങ്ങി ഈ മഹത്തായ സന്ദേശം നിങ്ങളോട് ഞങ്ങൾ പങ്കുവെക്കുമ്പോൾ ഒറ്റ ആശ, ഒറ്റ പ്രതീക്ഷ, ഒറ്റ ആഗ്രഹം മാത്രം, ഈ നാട്ടിലാരും ജീവിതം നശിച്ചവരാകരുത്. ലഹരി കൊണ്ടോ ദുർമാർഗത്തിലോ ജീവിതം നശിക്കരുത്. മരണത്തിനപ്പുറത്തും നിങ്ങളുടെ ജീവിതം നാശത്തിൽ പോകരുത്. ഇഹത്തിലും പരത്തിലും ജീവിതം സുരക്ഷിതമായിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സന്ദേശം പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള സന്ദേശമാണ്, നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയുള്ള സന്ദേശമാണ്. ഇത് അവഗണിക്കാതെ പരിഗണിച്ച് ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് പാപത്തിന് പരിഹാരം നേടി ശിഷ്ടകാലം പാപരഹിതമായ ഒരു ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ പ്രഭാഷണത്തെ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സമയം അത്രയും ഞങ്ങളെ ശ്രദ്ധിച്ച മാന്യരായ എല്ലാ കേൾവിക്കാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. കൂടുതൽ ഈ സന്ദേശം നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ സഹപ്രവർത്തകർ നിങ്ങളുടെ കരങ്ങളിൽ എത്തിച്ച ലഘുലേഖയിൽ ഫോൺ നമ്പറുണ്ട്. അല്ല, നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, പ്രാർത്ഥിക്കണം ഈ ദൈവദാസന്മാർ എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിക്കാം. നിശ്ചയമായും ആത്മാർത്ഥമായും നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങളുടെ വിഷയങ്ങളായി ഏറ്റെടുത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മറുപടി കിട്ടുന്നത് വരെ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഇപ്പോൾ ഒരു ദേവദാസൻ പ്രാർത്ഥിച്ച് ഈ സന്ദേശത്തിന് ഇവിടെ അവസാനം കുറിക്കും. പരിശുദ്ധ പിതാവേ, ഈ വലകാവദേശത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാറ്റമില്ലാതെ തിരുവചനം പ്രസ്താവിക്കുക. ഞങ്ങളുടെ ദാസനെ ബലപ്പെടുത്തിയല്ലോ. വചനം കേട്ട ഒരു വ്യക്തി പോലും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. ദേശത്ത് സമാധാനമില്ലാത്തവർക്ക് കൂടി പ്രാർത്ഥിക്കുന്നു. വിവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ കൂടി പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ ഭാരപ്പെടുന്നവർ കൂടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാവരും സൗഖ്യമാക്കുമാറാകണമേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത അങ്ങയുടെ കർത്താവേ, ആസ്വാദനത്തിന്റെ ധ്വനി ഈ ദേശത്ത് പരിവർത്തിക്കേണ്ടവര് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാവരും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനം കൊണ്ട് ദേശം നിറയപ്പെടട്ടെ. അങ്ങയുടെ വരുമെങ്കിൽ ഒരു കൂട്ടം ജനം ഈ ദേശത്ത് നിന്ന് എടുക്കപ്പെടത്തക്ക വിധം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദേശത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമാറാകണം. പ്രാർത്ഥനകടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ.